ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വ്യൂ. ഇന്ന് നമ്മൾ ഒരു പട്ടുപാവാടയ്ക്കൊപ്പം പെയർ ചെയ്യാൻ പറ്റിയ ഒരു പെപ്ലം ടൈപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നമ്മളൊരു 2.5 മീറ്റർ ഫാബ്രിക്കിൽ 10 വയസ്സായ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് തന്നെയാണ് ഇതും. അതേ 2.5 മീറ്റർ ഫാബ്രിക്കിൽ സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടോപ്പ് നമ്മൾ അതിൻ്റെ ബാക്കി വരുന്ന പീസിൽ നിന്ന് മാക്സിമം അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് എപ്പോഴും ലെഫ്റ്റ് ഓവർ ഫാബ്രിക് ഒക്കെ വരുമ്പോൾ തുന്നുന്ന ആൾക്കാർക്ക് അറിയാം, വീട്ടിൽ നല്ല തുണിയേക്കാൾ കൂടുതൽ ഇതുപോലത്തെ കട്ട് പീസസ് ആയിരിക്കും ഉണ്ടാവുക കൂടുതലും. ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്യാമെന്ന് ചിലപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ, എനിക്കിപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തികയില്ല, മോളുടെ ലെങ്ത്തിന് ഇത് തികയില്ല. പക്ഷെ ഞാനപ്പോൾ അതിനെ ബാക്കിയുള്ള പീസ് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ആലോചിച്ചിട്ടാണ് ഇതൊരു പെപ്ലം മോഡൽ ആക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടോട്ടൽ എനിക്ക് ആ ഒരു പീസിന് കിട്ടുന്നത് 13 ഇഞ്ചാണ് എനിക്ക് ആകെ കിട്ടുന്നത്. അതായത് നമുക്ക് റെഡിയായി കഴിയുമ്പോൾ മുകളിലൊരു 1/2 ഇഞ്ചും പോവും, താഴെയും നമുക്ക് മടക്കി അടിക്കാൻ അല്ലെങ്കിൽ വേറൊരു പീസ് വെച്ച് അടിക്കാനൊക്കെ 1/2 ഇഞ്ചെങ്കിലും വേണം. അപ്പോൾ നമുക്ക് 12 ഇഞ്ചൊക്കെയാണ് നമുക്ക് ആകെ കിട്ടുന്ന ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ എടുക്കുകയാണ്. ആ 12 ഇഞ്ച് തന്നെ ഞാൻ ഇതിൽ ഒരല്പം ഇതിൽ എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഒരു 6.25 ഇഞ്ചിലാണ് ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഇനി ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച്, അതേപോലെ തന്നെ ടോട്ടൽ ഷോൾഡർ സ്ലോപ്പ് അടക്കം ഞാനൊരു 6 ഇഞ്ചാണ് ഇപ്പോൾ ആം ഹോൾ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് നോക്കിയ ശേഷം വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഇനി നെക്ക് വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 2.25 ഇഞ്ചസാണ്. അപ്പോൾ 2.25 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ബോഡിയിൽ നിന്നും എടുക്കുന്ന ചെസ്റ്റ് റൗണ്ട് ഇവിടെ 28ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 7.5യിലും അതുപോലെ ഒരു 1.5 ഇഞ്ച് സീം അലവൻസിനായിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ബോട്ടം പാർട്ടിൽ ഞാൻ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടു. ഇനി മുകളിൽ നിന്ന് നമ്മൾ ഒരു 10.75-11 ഇഞ്ചിൽ, അതായത് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കൊടുക്കുന്നത് ഒരു 6.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. എല്ലാത്തിൻ്റെയും റൗണ്ട് മെഷർമെൻറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ഒരു 1/2 ഇഞ്ച് നിങ്ങൾ ലൂസിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ. എന്നിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിന് വേണ്ടിയിട്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ താഴെ ഭാഗം തൂങ്ങി പോകാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചെടുത്തു. അതിന് ശേഷം ആം ഹോൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തു. എന്നിട്ട് നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കി. അപ്പോൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആം ഹോൾ റൗണ്ട് നോക്കിയിട്ട് വേണം നമ്മളിവിടെ തീരുമാനിക്കാൻ നമ്മുടെ ഈ ആം ഹോൾ ലെങ്ത്ത് കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് അധികം ആയതുകൊണ്ട് ഞാനൊരു 1/4 ഇഞ്ച് മാത്രം മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആദ്യം വീണ്ടും ആം ഹോൾ ഒന്ന് വരച്ചെടുത്തിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലൊക്കെ ഇതുപോലെ നോച്ചസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഈ ഒരു പോർഷനിൽ ഞാനിത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈനിങ്ങിൽ. അപ്പോൾ അത് ഞാൻ 2 പീസാക്കി എടുക്കുകയാണ്. ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് കുഴിച്ച് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.5 ആവും കേട്ടോ. 2.25 മാർക്ക് ചെയ്തു. എന്നിട്ട് നെക്ക് ഡെപ്ത്ത് ഞാൻ ബാക്കിൽ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ഓപ്പണിങ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു 7 ഇഞ്ച് ടോട്ടൽ ഇറക്കുന്ന പോലെ മാത്രം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഒന്ന് ആം ഹോൾ ഒരു 1/4 ഇഞ്ച് മാത്രം ഉള്ളിലേക്ക് കയറ്റിയിട്ടൊന്ന് കുഴിച്ചു വെട്ടണം. അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് ഇറക്കമായിട്ട് കൊടുത്തിട്ടുള്ളത്. 2.25 തന്നെ നമ്മൾ വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിതെല്ലാം മെയിൻ ക്ലോത്തിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് ആകെ ആ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളത് ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ മാക്സിമം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. കാരണം നമുക്കിതിൽ ഒട്ടും വേസ്റ്റേജ് പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പെപ്ലൊന്നും ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ആകെ 2.5 മീറ്റർ ക്ലോത്ത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ. കാരണം ഈ ഒരു ബാക്കി പീസ് നമ്മൾ ഇത്ര ഉള്ളത് വെറുതെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു അളവിനൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ബാക്കി വരുന്ന പീസിലെ ഇതുപോലെ
4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെനിക്ക് ടോട്ടൽ കിട്ടുന്നത് ഒരു 9 ഇഞ്ചാണ്. നമ്മൾ ആ ബാൻഡിൻ്റെ പീസൊക്കെ ബാക്കിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് മുഴുവനായിട്ട് എനിക്ക് എല്ലാം ഒരേ സൈസിൽ കിട്ടില്ല. ഇനി നമ്മളിതാ ഒരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ യോക്ക് പോർഷൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെരിച്ച് ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെപ്ലമിൻ്റെ ആ താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ചെറിയൊരു ബെൻഡ് ഞാൻ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു പീസ് ബാക്കിലേക്കും ഒരു പീസ് ഫ്രണ്ടിലേക്കുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ചെറിയൊരു ബെൻഡും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്കുള്ള പീസ് ഇങ്ങനെ വെച്ചിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേണം നമ്മളിതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ 2 പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പീസ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അതിലെ ബോർഡർ എനിക്ക് 2 സൈഡിലേക്കും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ബോർഡറിൻ്റെ പീസൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. അതിന് ശേഷം കിട്ടുന്നത് എനിക്ക് 6 ഇഞ്ച് ആണ് വിഡ്ത്ത് വേണ്ടത്. 6 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് എനിക്ക് 7.5 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്നുണ്ട്. താഴേക്ക് ഇറക്കം കിട്ടുന്നത് 2.5 ഇഞ്ചാണ്. അത് ഞാൻ അങ്ങനെ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് ആ ചെറിയൊരു ഷേപ്പ് ഞാൻ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ അവിടെ ചോട്ടാപ്പി വന്നിട്ട് മാക്സിമം ഈ പീസസൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ ബാക്കി കിട്ടുന്ന ആ ഒരു നീളത്തിലുള്ള ആ ഒരു കരഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ കളയുന്നില്ല. കാരണം അത് ഈ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എക്സ്ട്രാസ് കട്ട് ചെയ്തെടുക്കുക, നോച്ചസ് ഇട്ട് കൊടുക്കുക, തിരിച്ചെടുക്കുക, പതിച്ചടിക്കുക. ഇതൊക്കെ എല്ലായ്പ്പോഴും ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. ഇനി ബാക്കിൻ്റെ നമുക്കൊരു ലൂപ്പ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ ഇതുപോലൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഒന്ന് തിരിച്ചിട്ട ശേഷം അതിനൊരു ലൂപ്പ് ഫോമിലേക്ക് ആക്കേണ്ടത്. ബട്ടൻ്റെ ഒരു ലൂപ്പ് കൊടുക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബാക്ക് പീസിൻ്റെയും ചെയ്തെടുക്കുകയാണ്. അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഞാൻ ഈ നെക്ക് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്കി ഷേപ്പും കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ലൂപ്പ് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്യുക, നോച്ചസ് ഇട്ട് കൊടുക്കുക, പുറത്തേക്ക് തിരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് എനിക്കിതിന് പറ്റിയൊരു ബട്ടൺ കിട്ടാത്തത് കൊണ്ട് ഞാനിത് മാറ്റിയിട്ട് ഡോറി ആക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ലാസ്റ്റ്. ഇനി ഞാൻ ഇതേപോലെ നെക്ക് ഒന്ന് പതിച്ചടിച്ചു. അപ്പോൾ നിങ്ങളിത് ആക്ച്വലി പറഞ്ഞാൽ പതിച്ചടിക്കുന്നതിന് മുൻപ്, അതായത് ബാക്ക് പീസിൻ്റെ പതിച്ചടിക്കുന്നതിന് മുൻപ് ഷോൾഡർ ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പതിച്ചടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് പീസ് ഇതുപോലെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ സമയത്ത് നമുക്ക് ബാക്ക് പീസ് കംപ്ലീറ്റ് ആയിട്ട് നിവർത്തണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പതിച്ചടിച്ചിട്ടില്ലെങ്കിലാണ് ബാക്ക് പീസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിവർത്താൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബാക്ക് പീസ് നിങ്ങൾ ഷോൾഡറും കൂടി അറ്റാച്ച് ചെയ്ത ശേഷം മാത്രം പതിച്ചടിച്ചാൽ മതി നെക്ക്. ഞാനത് നേരത്തെ ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഏറ്റക്കുറച്ചിലൂടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ സെറ്റായി. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നീറ്റായിട്ട് തന്നെ നമ്മുടെ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ അടുത്ത സൈഡും ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബാക്ക് സൈഡ് പതിച്ചടിക്കാൻ. ഓക്കെ, നെക്ക് ഇനി ഇതേപോലെ ഞാനൊന്ന് മടക്കി വെച്ചിട്ട് ഒന്നുകൂടി ആ താഴെ ഭാഗം ഒന്ന് ബെൻഡ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ബെൻഡ് ചെയ്ത് കട്ട് ചെയ്തിരുന്നു, പക്ഷേ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ അത് പോരാ. അപ്പോൾ നമുക്ക് ഈ പെപ്ലം കൊടുക്കുന്ന സമയത്ത് അത് തൂങ്ങി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഇതാ ബാക്ക് പോർഷൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പെപ്ലത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പെപ്ലത്തിന് ലൈനിങ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ അത് ലൈനിങ് കൊടുക്കുന്നില്ല. കാരണം അത് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ മേലേക്ക് വരുന്ന ഭാഗമാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ലൈനിങ് കൊടുക്കുന്നില്ല. ഇനി ഫ്രണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പോർഷനാക്കിയിട്ടാണ്. അപ്പോൾ സെൻറ്റർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിക്കണം. അതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതേപോലെ നമ്മളിവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം.
എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലേസുകൾ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല പ്ലെയിനായിട്ട് ഇതുപോലെ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഇതുപോലെ നല്ല വശവും വെക്കുക, സ്ലീവിൻ്റെ നല്ല വശവും ഷോൾഡറിൻ്റെ നല്ല വശവും വെക്കുക, എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നു. ഇനി സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ചെറിയൊരു കര ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആകെ അത്ര പീസാണ് ആ കരയുടെ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ താഴെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം. എന്നിട്ട് അതിന് മുകളിലേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബോർഡർ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ കളർ അതിൻ്റെ കൂടെ വരുമ്പോൾ ഒരു ഭംഗിയാണല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഈ പറ്റുവാണെങ്കിൽ കുറച്ച് ബീഡ്സ് അതിൽ തൂക്കിയിടണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഇനി ആദ്യം നമ്മൾ കടയിൽ പോയിട്ട് വേണം, അതുകൊണ്ട് ഞാനത് ഇപ്പോൾ ചെയ്യുന്നില്ല. എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ടിൽ പെപ്ലം അടിക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് മടക്കി അടിക്കുന്നത്, വളരെ ചെറുതായിട്ടാണ് മടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് ഈ ബെൻഡുകൾ കിട്ടും. പിന്നെ അത്രയേ ഉള്ളൂ. ഇത് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പീസിൻ്റെ കൂടെ ഇതും ഇതുപോലെ സെൻറ്ററിലേക്ക് വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി രണ്ട് സൈഡുകൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡിയാണ്. അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിക്കണം. ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് 1.5 ഇഞ്ചാണല്ലോ നമ്മൾ സീം അലവൻസ് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ പെപ്ലത്തിലേക്ക് വരുമ്പോൾ 1.5 ഇഞ്ച് സീം അലവൻസ് വേണമെന്നില്ല. അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് കോർണറിൽ നമ്മൾ എ ലൈൻ ടോപ്പൊക്കെ അടിക്കില്ലേ, അതുപോലെ അടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഭംഗി കൂട്ടാനായിട്ട് ഇതുപോലെ പെപ്ലത്തിൻ്റെ അവിടെയോ സ്ലീവിൻ്റെ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ലേസുകൾ വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2.5 മീറ്റർ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ടോപ്പും അതേപോലെ തന്നെ നല്ലൊരു സ്കേർട്ടും സ്റ്റിച്ച് ചെയ്തു. രണ്ടിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക ഫാബ്രിക് എന്നുള്ള ഡീറ്റെയിൽസും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.